ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം കവച്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം കവച്. ഒരു കവചം ഇടുന്നതിന് എന്തെങ്കിലും തടയിടാൻ വേണ്ടിയല്ലേ, അത് ഓർത്ത് വെച്ചാൽ മതി. കവച്. ആ ഫിഗർ ഒന്ന് നോക്കിയേ, 2 ട്രെയിൻ കൂട്ടിയിടിക്കാൻ പോകുന്ന നടുക്കൊരു കവചം വെച്ചിരിക്കുന്നു. കവച്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം കവച്. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദൻ. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദൻ. ഇവിടുന്ന് 2 കാര്യങ്ങൾ കിട്ടിയില്ലേ. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസിക ഏതാണെന്ന് വെച്ചാൽ കർഷക തൊഴിലാളി. എത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദൻ. ഒന്നുകൂടെ, കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദൻ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ്. വൈ ഭാരത് മാറ്റേഴ്സ്, ഈ ബുക്കിൻ്റെ പേര്, അത് എഴുതിയ ആളുടെ പേര് ഓർത്ത് വെക്കുക. വൈ ഭാരത് മാറ്റേഴ്സ്, S ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ് S ജയശങ്കർ. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇന്ത്യ UAE. സൈനിക അഭ്യാസമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്ത്യയും അപ്പോൾ ഇന്ത്യ UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന ഡെസേർട്ട് സൈക്ലോൺ 2024 മറക്കാതെ ഓർത്ത് വെക്കണം. ഫിഗറും കൂടെ ഒന്ന് നോക്കി വെക്കണേ, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും നമുക്ക്. ഇനി കേൾക്കുന്ന മറന്നു പോയാലും കാണുന്ന ഓർത്തിരിക്കും. ഡെസേർട്ട് മരുഭൂമിയല്ലേ, ഗൾഫ് കൺട്രീസിലാണല്ലോ കൂടുതലും മരുഭൂമികൾ. ദുബായിലെ ഏതോ ഒരു മരുഭൂമിയിൽ ഇന്ത്യൻ ആർമിയും UAE ആർമിയും തമ്മിൽ ഒരു സൈനിക അഭ്യാസം നടത്തിയെന്ന് ഓർത്താൽ മതി. അങ്ങനെ ഓർത്തിരുന്നാൽ മതിയേ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് S ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് S ശ്രീകല. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച കഥ, നോവൽ എന്നിവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KV മോഹൻകുമാറിനാണ്. KV മോഹൻകുമാർ. ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകളെന്ന കഥയ്ക്കാണ് കിട്ടിയത്. KV മോഹൻകുമാർ. എങ്ങനെ ഓർത്തിരിക്കാം? ഉണ്ടക്കണ്ണൻ മോഹൻ എന്നോർത്താൽ മതി. ഉണ്ടക്കണ്ണൻ മോഹൻ. അപ്പോൾ കൃതിയും കിട്ടും, ആളെയും കിട്ടും. ഇനി സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് രമേശ് നാരായണൻ. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ KP ഉദയഭാനു സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അത് ഈ സംഗീത രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. അത് കിട്ടിയത് രമേശ് നാരായണൻ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ S ശ്രീകല. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച കഥാ, നോവൽ എന്നിവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാർ. ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകളെന്ന കഥയ്ക്കാണ്. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് രമേശ് നാരായണൻ. 3 ചോദ്യങ്ങളും ഓർത്തു വെക്കണേ. ഈ ഉദയഭാനു സ്മാരക പുരസ്കാരം ഇത് ഏർപ്പെടുത്തുന്നത് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. പിന്നെ ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അത് ഏർപ്പെടുത്തുന്ന കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഈ പുരസ്കാരങ്ങളെല്ലാം. അതൊന്ന് പ്രത്യേകം ഓർത്തു വെക്കണേ. അയോധ്യ രാമക്ഷേത്രത്തിലെ രാമശില്പത്തിൻ്റെ ശില്പി അരുൺ യോഗിരാജ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയല്ലേ യോഗി ആദിത്യരാജ്. ആ യോഗിരാജിൻ്റെ പേരിൻ്റെ ഒരു അരുൺ കൂടെ ചേർത്താൽ മതി. അരുൺ യോഗിരാജ്. യോഗി ആദിത്യരാജ് അരുണിനെ വിളിച്ചെന്ന് ഓർത്താൽ മതി ഇത് ശില്പത്തിന് വേണ്ടിയിട്ട്, ശില്പം നിർമ്മിക്കാൻ. അപ്പം അയോധ്യ രാമക്ഷേത്രത്തിലെ രാമശില്പത്തിൻ്റെ ശില്പി അരുൺ യോഗിരാജ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് ആഴാക്കുളം, തിരുവനന്തപുരത്താണ് ആഴാക്കുളം. കടൽ ഭക്ഷണ റെസ്റ്റോറൻ്റ് അല്ലേ, അപ്പം മീനിൻ്റെ ഫുഡായിരിക്കുമല്ലോ കൂടുതലും. ഈ നല്ല ആഴമുള്ള കുളത്തിലൊക്കെ ഇഷ്ടംപോലെ മീനായിരിക്കുമല്ലോ. അവിടെ നിന്ന് മീനെ പിടിച്ച് റെസ്റ്റോറൻറ്റിൽ മീൻ കറി വെച്ച്
അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, അങ്ങനെ ഓർത്താൽ മതി. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് വരുന്നത് ആഴാക്കുളം, തിരുവനന്തപുരം. ഇനി ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം GSAT-20. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം GSAT-20. ഈ മൂന്നെണ്ണം ഒന്നും കൂടെ ഓർത്തെ. അയോധ്യ രാമക്ഷേത്രത്തിലെ രാമശില്പത്തിൻ്റെ ശില്പി അരുൺ യോഗിരാജ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് വരുന്നത് ആഴാക്കുളം. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം GSAT-20. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 1930. ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു ഇത് പറയാം. അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ആ മെത്തേഡ് സ്വീകരിച്ചാൽ മതി. സൈബർ ക്രൈം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ 10 ഉണ്ട് കൂട്ടി നോക്കുമ്പോൾ. അതായത് CYBERCRIME 10. അപ്പോൾ 10 1 ലെഫ്റ്റ് സൈഡിലോട്ട് നീക്കി എഴുതണം, 0 റൈറ്റ് സൈഡിലോട്ട് നീക്കി എഴുതണം. പിന്നെ സൈബർ ക്രൈം 10 അല്ലേ, നമ്മൾ ആദ്യം 1 എഴുതി വേണ്ട, 1 കുറച്ചു, പിന്നെ 9. പിന്നെ സൈബർ ക്രൈമിൻ്റെ സി ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 3 ആണ്. 9 കഴിഞ്ഞ് 3 എഴുതണം. അല്ലെങ്കിൽ 1 0 എഴുതിയിട്ട് 0-ന് ഇപ്പുറത്ത് സിയുടെ ആൽഫബറ്റ് ലെറ്ററെല്ലാം 3 എഴുതിയിട്ട് 3-ൻ്റെ സ്ക്വയർ ഇപ്പുറത്ത് എഴുതിയാൽ മതി. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ. നിങ്ങൾക്കത് ബോധ്യമാവുമെങ്കിൽ മാത്രം ഈ മെത്തേഡ് സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ കാണാൻ പഠിച്ചേക്ക്. ഇപ്പോൾ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 1930. 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായിരുന്നത് കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് അറിയപ്പെടുന്നത് ഉത്സവം. 62ാമത് സ്കൂൾ കലോത്സവ വേദിയായിരുന്നത് കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഉത്സവം. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 1930. 62ാമത് സ്കൂൾ കലോത്സവ വേദിയായിരുന്നത് കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഉത്സവം.